DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 26 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഇന്ന് താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത്. നാളെ മുതൽ 29 വരെ സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് 480 രൂപ കുറഞ്ഞതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,07,720 രൂപയായി. ഗ്രാമിന് ആനുപാതികമായി 60 രൂപയാണ് കുറഞ്ഞത്. 13,465 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഇന്നലെ 2 തവണകളായി പവന് 3,400 രൂപയാണ് വർദ്ധിച്ചത്. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് പാചകവാതകം ബുക്ക് ചെയ്യുന്നതിനുള്ള സമയപരിധിയിൽ മാറ്റം വരുത്തിയെന്ന പ്രചാരണം തള്ളിയിരിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. സിലിണ്ടറുകൾക്കിടയിലെ ബുക്കിംഗ് ഇടവേള 35 ദിവസമാക്കി ഉയർത്തിയെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് സർക്കാർ വ്യക്തമാക്കി. ഗ്രാമങ്ങളിൽ ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള ഇടവേള 45 ദിവസമായും നഗരത്തിൽ 25 ദിവസമായും തുടരുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള സമയപരിധി മാറ്റിയെന്നുള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിശദീകരണം. വ്യാജ വാർത്തകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യരുതെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് LPG ഉണ്ടെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു. അടുത്ത അറിയിപ്പ്, സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണ തീയതികളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നുവെന്നതാണ്. മാർച്ച് 25 മുതൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടില്ല. ഈസ്റ്റർ, വിഷു പ്രമാണിച്ചിട്ടുള്ള അധിക ഗഡു ഉൾപ്പെടെ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പുതുക്കിയ തീരുമാനപ്രകാരം മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ തുകകൾ ഒരുമിച്ചായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. എന്നാൽ ഈ വിതരണം മാർച്ച് 31 തീയതിയോടെ മാത്രമേ സംസ്ഥാനത്ത് ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിതരണത്തിൽ ഈ മാറ്റം വരുത്താൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, 25-ന് ഒരു വിതരണവും തൊട്ടടുത്ത ആഴ്ച അടുത്ത വിതരണവും നടത്തുന്നത് ഉദ്യോഗസ്ഥർക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീടുകളിൽ നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് 2 ആഴ്ച അടുപ്പിച്ച് വിതരണത്തിന് പോകേണ്ടി വരുന്നത് ഒഴിവാക്കാനാണ് തുക ഹോൾഡ് ചെയ്ത് ഒരുമിച്ച് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. മറ്റൊരു കാരണം തികച്ചും രാഷ്ട്രീയപരമാണ്. അതായത്, ഇലക്ഷന് തൊട്ടു മുൻപായി ഇത്തരത്തിൽ 4,000 രൂപ ലഭിക്കുമ്പോൾ നിലവിലുള്ള സർക്കാരിന് അത് വലിയൊരു അനുകൂല ഘടകമായി വരും എന്നുള്ളൊരു അനുമാനമാണ് പെൻഷൻ വിതരണം നീട്ടിയതിന് പിന്നിലെന്നും വിലയിരുത്തലുകളുണ്ട്. ഇതോടൊപ്പം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 5 മാസത്തെ കുടിശ്ശിക തുകയായ 8,000 രൂപ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ തുക തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നിലവിൽ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും ഇപ്പോൾ 5 മാസത്തെ തുക മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കുടിശ്ശിക തുക ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്നാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ജില്ലാ കേന്ദ്രങ്ങൾ വഴി അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. 5 മാസത്തെ തുക അയച്ചു തുടങ്ങിയതായും വരും ദിവസങ്ങളിൽ എല്ലാവർക്കും ഇത് ലഭ്യമാകുമെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തുക ലഭിക്കാത്തവർ പരിഭ്രമിക്കേണ്ടതില്ലെന്നും നാളെയോ മറ്റന്നാളോ ആയി ബാങ്ക് അക്കൗണ്ടുകളിൽ പണം എത്തുമെന്നും മനസ്സിലാക്കുക. അതിനാൽ ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.